ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കിപ്പം അതിഥിയെ എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല മുൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയാണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ലീഡേഴ്സ് മോർണിംഗിലേക്ക്. ഗുഡ് മോർണിംഗ് ശ്രീ വി ശിവൻകുട്ടി, സ്വാഗതം. ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പം നാട്ടിലെ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ മുഴുവൻ ഫുട്ബോളാണ്. ഫുട്ബോൾ ആവേശം, ഫുട്ബോൾ ലഹരിയാണ്. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ അങ്ങയുടെ പോസ്റ്റ് കണ്ടിരുന്നു, ബ്രസീൽ ജേഴ്സിയിലൊക്കെ നിൽക്കുന്നത്. അപ്പം ഇഷ്ടപ്പെട്ട ടീം ബ്രസീലാണെന്ന് മനസ്സിലായി. താരം നെയ്മർ ആണോ? ഫുട്ബോൾ കാലത്തെ, ലോകകപ്പ് കാലത്തെ എങ്ങനെയാണ് കാണുന്നത്? ഓക്കെ, നെയ്മറും എല്ലാ താരങ്ങളെയും ഇഷ്ടമാണ്. നല്ല നന്നായി കളിക്കുന്ന എല്ലാ താരങ്ങളെയും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഒരു താരത്തെ മാത്രം എടുത്ത് പേര് പറയുന്നില്ല. ഓക്കെ, അപ്പം ലോകകപ്പ് ഒരു പ്രവചനത്തിനൊക്കെ തയ്യാറുണ്ടോ ഈ ഘട്ടത്തിൽ? ബ്രസീലിനൊപ്പമാണെന്ന് അറിയാം, എങ്കിലും ഒരു പ്രവചനം നടത്തുകയാണെങ്കിൽ ബ്രസീൽ തൂക്കോ ഇത്തവണ കപ്പ്? ആദ്യഘട്ടം കഴിയട്ടെ, നമുക്ക് മത്സര റൗണ്ട് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, ശരി ശരി ശരി. അപ്പം അങ്ങനെ വേൾഡ് കപ്പ് വിശേഷം. ഇനിയിപ്പോൾ നമ്മൾ വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ ശ്രീ വി ശിവൻകുട്ടി, ഇപ്പം PM ശ്രീ വിഷയം, അത് അങ്ങ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അത് വലിയ വിവാദമൊക്കെ ആയിരുന്നു. ഇപ്പോൾ പുതിയൊരു സർക്കാരാണ്. PM ശ്രീ പദ്ധതിക്ക് കേന്ദ്ര ഫണ്ട് വാങ്ങിയിരുന്നു എന്ന് UDF ഇത്രയും നാൾ പറഞ്ഞു. ഇപ്പോൾ കേന്ദ്ര രേഖകൾ വരുന്നു. കേന്ദ്ര സർക്കാർ നൽകിയ 99.27 കോടി രൂപ അത് സമഗ്ര ശിക്ഷ കേരള പദ്ധതിക്ക് സംസ്ഥാനത്തിനുള്ള വിഹിതമാണെന്നുള്ള തെളിവുകളടക്കം വരികയാണ്. അപ്പം ഈ PM ശ്രീയിൽ ഫണ്ട് കേരളം വാങ്ങിയിട്ടില്ല എന്നിരിക്കെ എന്തിനാകും മുൻ സർക്കാരിനെ പഴിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ UDF ഇപ്പോൾ ഒരു പുകമറ സൃഷ്ടിക്കുന്നത്? ശ്രീ വി ശിവൻകുട്ടി, ഒരു മനോഹരമായിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും UDFിലെ മന്ത്രിമാരും UDFും പറയുന്നത് PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഫണ്ട് വാങ്ങി എന്നുള്ളതാണ്. അത് പച്ച നുണയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളം ഇതുവരെ ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല. മിനിമം അത്തരം കാര്യങ്ങളെങ്കിലും മന്ത്രിയും ബന്ധപ്പെട്ടവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നയാ പൈസ പോലും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് PM ശ്രീയുടെ പേരിൽ വാങ്ങിയിട്ടില്ല. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി 3 കാര്യങ്ങൾ പിന്നെ എഗ്രിമെൻ്റ് വെക്കേണ്ടതായിട്ടുണ്ട്. 1, ഒരു ധാരണാപത്രം ഒപ്പിടൽ. 2, യുഡൈസ് പ്ലസ് പോർട്ടലിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യോഗ്യതയുള്ള സ്കൂളുകളുടെ പട്ടിക NIC തയ്യാറാക്കി പ്രസിദ്ധീകരിക്കണം. തുടർന്ന് ആ സ്കൂളുകൾ ലോഗിൻ ചെയ്ത് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യണം. 3ാമത്തെ കാര്യം, സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അടങ്ങുന്ന ഒരു ടീം ഈ സ്കൂളുകൾ പരിശോധിച്ച് മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണം. അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളുടെ പട്ടിക, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് 265 അവർ നിജപ്പെടുത്തിയിട്ടുള്ളത്. ആ പട്ടിക കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് നമ്മൾ അയച്ചു കൊടുക്കണം. നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു പട്ടിക കേരളത്തിൽ നിന്ന് അയച്ചു കൊടുത്തിട്ടേയില്ല. ഇത് കേന്ദ്രം പിന്നെ പരിശോധിച്ച് അപ്രൂവ് ചെയ്ത് ശേഷം മാത്രമേ പദ്ധതിക്കുള്ള ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്ലാൻ പ്രപ്പോസൽ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ധാരണാപത്രം ഒപ്പിട്ട ആദ്യഘട്ടത്തിന് ശേഷം ചില CPI ആയിട്ടുള്ള ചില തർക്കങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ രാഷ്ട്രീയ വശമാണ്. BJP സർക്കാരിൻ്റെ കാവ്യവൽക്കരണ നിർദ്ദേശങ്ങളടങ്ങിയ ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കുമെന്ന് കണ്ടപ്പോൾ സംസ്ഥാന മന്ത്രിസഭ ധാരണാപത്രം മരവിപ്പിക്കാൻ തീരുമാനിച്ചു. ഇക്കാര്യം പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ കേന്ദ്ര മന്ത്രിയെ നേരിട്ടും വകുപ്പ് സെക്രട്ടറി മുഖാന്തരം രേഖാമൂലവും അറിയിച്ചിട്ടുണ്ട്. പിന്നീട് പൊതുവിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ ഫലമായിട്ടാണ് സമഗ്ര ശിക്ഷ കേരളയുടെ 92 കോടി, നേരത്തെ പറഞ്ഞ പോലെ 41 ലക്ഷം രൂപയുടെ ആദ്യ ഗഡു അനുവദിച്ചത്. യഥാർത്ഥത്തിൽ നമുക്ക് ഒരു പല രൂപത്തിൽ 2000 കോടിയോളം വരുന്ന രൂപ നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് SSK കിട്ടുക എന്നുള്ളത്. 7000 അധ്യാപകർക്ക് ശമ്പളം കൊടുക്കേണ്ടതായിട്ടുണ്ട്. പട്ടികജാതി വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളുണ്ട്. പാഠപുസ്തകം പ്രിൻറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. അധ്യാപകർക്ക് ഇപ്പം ട്രെയിനിങ് നടത്താൻ കഴിഞ്ഞില്ലല്ലോ. അധ്യാപകർക്ക് ട്രെയിനിങ് നടത്തേണ്ട കാര്യമുണ്ട്. ഇതെല്ലാം SSKയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ SSK പിന്നെ ഫണ്ട് തരാതായതോടുകൂടി ഈ കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിർവഹിച്ചു പോകുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിന്നെ ഫണ്ട് കടം വാങ്ങിയാണ്. 20 കോടിയോളം വരുന്ന ഓരോ ഘട്ടങ്ങളിലും കടം വാങ്ങിയാണ് ആ കാര്യം നിർവഹിച്ച് വന്നുകൊണ്ട് ഇരുന്നത്. ഇപ്പോൾ ഈ കാര്യം ഞാൻ നിരവധി പ്രാവശ്യം മന്ത്രിയുടെ അടുത്ത് പോയി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 92 കോടി സംതിങ് രൂപ തരുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. അത് PMCയുടെ ഫണ്ടേ അല്ല, SSKക്ക് ലഭിച്ചിട്ടുള്ള ഫണ്ട് മാത്രമാണ്. എന്ന് മാത്രമല്ല PM-ശ്രീ പ്രോജക്റ്റ് ഇനി 1 വർഷക്കാലം കൂടി മാത്രമേ ഉള്ളൂ. PM-ശ്രീയുടെ NEP-യുമായി ബന്ധപ്പെട്ടുള്ള പ്രോജക്റ്റുകൾ കേരളത്തിൽ നടപ്പിലാക്കേണ്ട കാര്യമില്ല. 5000 കോടി രൂപ മുടക്കി കേരളത്തിൽ സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. അടിസ്ഥാന സൗകര്യമാണ് മുഖ്യമായിട്ട് അവർ പറയുന്നത്. മുഖ്യമായിട്ട് പറയുന്നത് വെച്ചാൽ വലിയ കെട്ടിടങ്ങളൊന്നും കെട്ടാൻ പറയുന്നില്ല, വലിയ സ്കൂൾ കെട്ടിടങ്ങളൊന്നും കെട്ടാൻ പറയുന്നില്ല. അവർ പറയുന്നത് കക്കൂസിൻ്റെ റിപ്പയർ, മതിൽ കെട്ടുക, അങ്ങനെയുള്ള ചെറിയ ബ്ലാക്ക് ബോർഡ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, അതായത് അങ്ങ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് ഇതിപ്പം നമ്മൾ ഒപ്പിട്ടത് ഒരിക്കലും PM-ശ്രീ നടപ്പാക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് SSK ഫണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അങ്ങ് പലവട്ടം ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച ഘട്ടത്തിലൊക്കെയും UDF വലിയ പ്രതിരോധം തീർത്തിരുന്നു. അങ്ങനെയല്ല, ഇവിടെ PM-ശ്രീ സ്കൂളുകൾ വരാൻ പോവുകയാണ്, പ്രധാനമന്ത്രി മോദിയുടെ ചിത്രം വെച്ചുകൊണ്ട് സ്കൂളുകൾ വരാൻ പോവുകയാണ്. ആ രീതിയിൽ പ്രചാരണങ്ങൾ വലിയ രീതിയിൽ തന്നെ സമൂഹത്തിലുണ്ടായി. ഇപ്പം അതിൻ്റെ രേഖകൾ അടക്കം വരുന്നു. ഇപ്പോൾ ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ മേൽ ചാർത്തി ഇതൊന്നും ഞങ്ങൾ തുടങ്ങിയതല്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ തുടങ്ങിയതാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ വിദ്യാഭ്യാസ നയം വന്ന ഘട്ടത്തിൽ തന്നെ, തുടക്കത്തിൽ തന്നെ പദ്ധതിയിൽ ചേർന്നവരാണ് കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനക്കാർ. അതേ മാതൃക കേരളത്തിൽ കൂടി നടപ്പാക്കാനുള്ള ഒരു തന്ത്രമായി ഇതിനെ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുമോ? അതാണ് പിന്നെ പറഞ്ഞതാണ് യഥാർത്ഥ വസ്തുത. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും PM-ശ്രീ അടക്കമുള്ള കേന്ദ്ര പ്രോജക്റ്റുകൾക്കെതിരെ ഒരു ശബ്ദവും പിന്നെ എതിർപ്പും പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല. ഇപ്പോൾ ലേബർ കോഡ്, രാജ്യത്തെ മുഴുവൻ തൊഴിലാളികളും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ലേബർ കോഡിന് 29 തൊഴിൽ നിയമങ്ങൾ വെട്ടിമാറ്റി 4 തൊഴിൽ നിയമങ്ങൾ ആക്കി മാറ്റിക്കൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം രാജ്യം ഭരിച്ചിരുന്ന കാലഘട്ടം മുതലുള്ള നിയമങ്ങളെയാണ് എടുത്ത് കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വേറൊരു വിഷയമായിട്ട് നമുക്ക് സംസാരിക്കാം, പിന്നീട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇത് ഈ പിന്നെ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ലഭിക്കേണ്ട ഫണ്ടാണ്. SSKക്ക് ഫണ്ട് നൽകിയാലേ മതിയാവൂ. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ എടുത്തു പറയുന്ന കാര്യമാണ് SSKക്ക് ഫണ്ട് കൊടുത്താലേ മതിയാവൂ. അപ്പോൾ അതിൻ്റെ പ്രകാരം അവർ നിർബന്ധിക്കപ്പെട്ട് തന്നിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ കേന്ദ്ര ഫണ്ട് നിഷേധിച്ചപ്പോൾ സംസ്ഥാന ഖജനാവിൽ നിന്നാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ആനുകൂല്യങ്ങൾ നൽകിയത്. ഇതാണ് സത്യം എന്നിരിക്കെയാണ് ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ ഈ ന്യായങ്ങൾ പറഞ്ഞ് PM-ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുവാൻ UDF സർക്കാർ ശ്രമിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും ആ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തെ കച്ചവടവൽക്കരണം, വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണം, ഈ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് തന്നെ തയ്യാറാക്കിയ പാഠപുസ്തകത്തിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ അസാസിനേഷൻ, അതിലെ ഗുജറാത്ത് കലാപം, മുഗൾ രാജാക്കന്മാരുടെ ഭരണകാലം, അങ്ങനെയൊക്കെയുള്ള ഈ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങൾ മാറ്റുകയും അതൊന്നും ഭാവിയിൽ വിദ്യാർത്ഥികൾ പഠിക്കാൻ പാടില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ച അവസരത്തിൽ ഇന്ത്യയിൽ ആ ചരിത്ര സംഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാഠപുസ്തകം പുറത്തിറക്കിയ ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. അന്നും ഈ കോൺഗ്രസും UDFും മിണ്ടിയിട്ടില്ല. മഹാത്മാഗാന്ധിയുടെ പടം വെട്ടിമാറ്റിയപ്പോൾ, മഹാത്മാഗാന്ധിയുടെ ചരിത്രം വെട്ടിമാറ്റിയപ്പോൾ, ശ്രീനാരായണ ഗുരുദേവൻ്റെ പടവും ചരിത്രവും വെട്ടിമാറ്റിയപ്പോൾ ഒരക്ഷരം മിണ്ടുന്നതിന് വേണ്ടി തയ്യാറാവാത്ത കോൺഗ്രസ്സാണ് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നടന്നു പോവുക എന്നുള്ള നയവുമായി ബന്ധപ്പെട്ട ഒരു താല്പര്യവും ഇല്ല എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുക. വ്യക്തമാണ്. ശ്രീ വി ശിവൻകുട്ടി, ഇപ്പം ഇനി ഈ ഒരു പദ്ധതി എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതിലേക്ക് ഒപ്പിടുമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് എങ്കിൽ ഇടതുമുന്നണി ശക്തമായി എതിർപ്പുന്നയിക്കുമോ? തീർച്ചയായിട്ടും ഞങ്ങൾ സംഘപരിവാറിൻ്റെ വിദ്യാഭ്യാസ അജണ്ടയ്ക്ക് എതിർപ്പാണ്. ഇപ്പോൾ തന്നെ UDF സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്.
ഈ PM ശ്രീ ധാരണാപത്രം മരവിപ്പിച്ചു എന്ന് കേന്ദ്ര ഗവൺമെൻറ് നമ്മൾ അറിയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ സത്യമായിട്ടുള്ള കാര്യം, രേഖയുള്ള കാര്യങ്ങളാണല്ലോ. പിന്നെ എന്തിനാണ് LDFൻ്റെ പുറത്തിട്ട് പിന്നെ ഈ കുതിരകയറ്റം നടത്തുന്നത്? പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന് നിൽക്കുന്നത് പിന്നെ LDFൻ്റെ ഭരണകാലഘട്ടത്തിൽ ഒരു തീരുമാനം എടുത്ു. ആ തീരുമാനമെന്ന് പറയുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള ഞങ്ങൾക്ക് കിട്ടേണ്ട കാശ് കേരളത്തിന് നൽകുക. ഈ NEP നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഉള്ള PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ള കാര്യം രേഖാമൂലം മറ്റ് മന്ത്രി എന്നുള്ള നിലയിൽ കേന്ദ്രമന്ത്രി അറിയിക്കുകയും രേഖാമൂലം ഗവൺമെൻറ് സെക്രട്ടറി അറിയിക്കുകയും എന്ന് മാത്രമല്ല PM ശ്രീ നടപ്പിലാക്കുവാനായിട്ട് ബന്ധപ്പെട്ട് ₹1 പോലും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിയിട്ടില്ല. ഇത്രാം തീയതി മുതൽ നടപ്പിലാക്കിക്കൊള്ളാമെന്നുള്ള ഒരു എഗ്രിമെൻറ്റും വച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുത എന്ന് പറയുന്നത്. ഇത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഒരു അസംതൃപ്തിയും ഒരു ആശങ്ക ഉണ്ടാക്കുന്ന നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ ഇരുപത്തുള്ള പ്രശ്നം ഉന്നയിക്കപ്പെടുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം കൊണ്ടുവരും. എല്ലാ സമൂഹത്തിലെ എല്ലാ ആൾക്കാരെയും ഞങ്ങൾ അതിൽ അണിനിരത്തുന്നതിന് വേണ്ടി തയ്യാറാവും. അങ്ങനെ വിദ്യാഭ്യാസ കച്ചവടമൊന്നും നടത്തുന്നതിന് വേണ്ടിയുള്ള അനുവാദമൊന്നും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സെൻട്രൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള പിന്നെ അവാർഡ് ഏറ്റവും സ്റ്റാൻഡേർഡ് കുട്ടികളുടെ നിലവാരത്തെ സംബന്ധിച്ചിടത്തോളം അവാർഡിൽ കേരളം 2ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. 16ാം സ്ഥാനത്ത് കിടന്ന കേരളം 2ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷത്തെ പറ്റി ഞാൻ പറയുന്നില്ല, അത് പറയാം. കാരണം കുട്ടികളുടെ എണ്ണം കുറവും പിന്നെ ഗവൺമെൻറ് സ്കൂളുകൾ പലതും പൂട്ടാൻ വേണ്ടി പോകുന്നു കേൾക്കുന്നു. എയ്ഡഡ് മാനേജ്മെൻറ്റ് പല സ്കൂളുകളും പൂട്ടുന്നു. കഴിഞ്ഞ ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തിരുന്നു, ഒരു എയ്ഡഡ് മാനേജ്മെൻറ്റിന് പൂട്ടാൻ വേണ്ടി പിന്നെ അനുവാദം കൊടുക്കില്ല. അതിൻ്റെ ഫലമായിട്ട് ഇനി കുട്ടികളില്ലെങ്കിൽ പോലും അത് ആ സ്കൂൾ പിന്നെ പുരയിടം സ്ഥലം വിറ്റ ശേഷം അവിടെ ഫ്ലാറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ആര് സ്വീകരിച്ചാലും കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. എൻ്റെ അടുത്ത് തന്നെ 1 ഡസൻ ഫയലുകൾ അങ്ങനെയുള്ള ഫയലുകൾ വന്നിട്ടുണ്ട്. അതെല്ലാം മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിച്ചുകൊണ്ട് ഒരു സ്കൂളും പൂട്ടാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അങ്ങനെ നിർബന്ധമായിട്ടുള്ള നിലപാടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് ഏറ്റെടുക്കും, ആ സ്കൂൾ ഗവൺമെൻറ് ഏറ്റെടുക്കും എന്നുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഈ UDF ഗവൺമെൻറ്റും അന്തസ്സുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തോട് സ്നേഹമുണ്ടെങ്കിൽ അവർ ആ കാര്യമാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഓക്കെ, വ്യക്തമാണ്. ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് കൂടി അങ്ങയുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. ഇപ്പം ഈ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉയർന്നിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അങ്ങത് ശ്രദ്ധിച്ചിട്ടുമുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇപ്പം നിപ്പ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് മുൻ ആരോഗ്യമന്ത്രിമാർ, ഇപ്പോൾ വീണ ജോർജ് ആണെങ്കിലും KK ശൈലജ ടീച്ചറാണെങ്കിലും ഇന്നലെ രംഗത്ത് വരികയും കാര്യങ്ങൾ നന്നായി പഠിക്കണമെന്ന് പുതിയ ആരോഗ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, ഇപ്പോൾ കഴിഞ്ഞ ഞങ്ങൾ ഭരിച്ചിരുന്ന കാലത്ത് നിങ്ങൾ ചെയ്തതുപോലെ ഞങ്ങൾ ഒരിക്കലും വകുപ്പിനെ പ്രതിസന്ധിയിലാക്കില്ല, കാര്യങ്ങൾ പഠിക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് 2 ആരോഗ്യമന്ത്രിമാരും നൽകിയത്. ശരിക്കും ആരോഗ്യ വകുപ്പിന്റെ പ്രതിരോധത്തിൽ എന്തെങ്കിലും വീഴ്ചകളുണ്ടോ? അങ്ങേക്ക് എങ്ങനെ തോന്നുന്നുണ്ടോ? നമ്മുടെ കേരളത്തിൽ ഏറ്റവും പ്രധാനമായി ജനങ്ങൾ ഏറ്റവും എളുപ്പം പിന്നെ ബന്ധപ്പെടുന്ന 2 വകുപ്പുകളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും എന്ന് പറയുന്നത്. ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പ്രവണത വളർന്നു വരികയാണ്. കേരളത്തിലെ പിന്നെ പൊതു ആരോഗ്യ രംഗം മോശമാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള നല്ല പരിശ്രമം നടക്കുകയാണ്. കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികൾ, അറിയപ്പെടുന്ന സ്വകാര്യ ആശുപത്രികൾ കോടാനുകോടി രൂപ വില കൊടുത്തുകൊണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ കമ്പനികൾ വാങ്ങുകയാണ്. യഥാർത്ഥത്തിൽ ഈ പിന്നെ കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളും മുന്നേറ്റത്തെ സംബന്ധിച്ചിടത്തോളം അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓരോ ജില്ലയായിട്ടെടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ തന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ അത് പർവ്വതീകരിച്ച് സർക്കാർ മേഖലയിലെ ആരോഗ്യരംഗത്തെ ഇകഴ്ത്തി കാണിക്കുകയും അതേസമയത്ത് സ്വകാര്യ മേഖലയിലെ രംഗത്തിന് പ്രോത്സാഹനം കൊടുക്കുന്ന സമീപനമാണ് UDF സ്വീകരിച്ചിട്ടുള്ളത്. ആ UDF സ്വീകരിച്ച കാര്യം ഇപ്പോൾ അവർക്ക് തിരിച്ച് മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. എന്തൊക്കെയാണ് കഴിഞ്ഞ മൂന്ന് ആഴ്ചയ്ക്കുള്ളിൽ എന്തൊക്കെ നടന്ന് ആശുപത്രി പൊളിഞ്ഞു വീണ സംഭവം, മനുഷ്യ ശരീരത്തിൽ പിന്നെ ഉറുമ്പ് അരിക്കുന്ന സംഭവം, മരുന്ന് മാറിക്കൊടുത്ത സംഭവം, കഴിഞ്ഞ ആരോഗ്യവകുപ്പ് മന്ത്രി വീണയുടെ കാലഘട്ടത്തിൽ പിന്നെ 5 വർഷക്കാലം കൊണ്ട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ മുഴുവൻ 2 ആഴ്ചക്കാലമായിട്ട് ഉണ്ടായിരിക്കുകയില്ലേ. അപ്പോൾ അതുകൊണ്ട്
ഈ രംഗമെല്ലാം നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട രംഗമാണ്. പൊതു ആരോഗ്യ രംഗത്ത് വളരെ ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതാണ്. രാഷ്ട്രീയം നോക്കിക്കൊണ്ട് ആരോഗ്യരംഗത്തെയും വിദ്യാഭ്യാസ രംഗത്തെയൊക്കെ തന്നെ കണ്ണടച്ചുകൊണ്ട് വിമർശിച്ചാൽ ഇതേപോലെ അവർക്ക് മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു രണ്ട് മൂന്ന് ആഴ്ചക്കാലം കൊണ്ട് തന്നെ കാര്യങ്ങൾ നമുക്കിപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണല്ലോ. ആരോഗ്യ രംഗത്ത് ആര് വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും എന്നുള്ള നിലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി തന്നെ ആരോഗ്യമന്ത്രി സംബന്ധിച്ചുള്ള നിയമസഭയിൽ പറഞ്ഞ അതെല്ലാം അദ്ദേഹം തിരുത്തുന്നതിന് വേണ്ടി തയ്യാറാകുമോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. ശ്രീ വി ശിവൻകുട്ടി, ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം പല വിഷയങ്ങളും ഒരു വകുപ്പിൻ്റെ കാര്യമെന്നല്ല, പല വിഷയങ്ങളും ഇപ്പം ആരോഗ്യ വകുപ്പാണെങ്കിലും വിദ്യാഭ്യാസ വകുപ്പാണെങ്കിലും ധനവകുപ്പാണെങ്കിലും ഏത് വകുപ്പെടുത്താലും കഴിഞ്ഞ സർക്കാരിൻ്റെ മേൽ ഒന്ന് ചാരാൻ ഈ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം എല്ലാ കാലത്തും ഇപ്പം കഴിഞ്ഞ വർഷം മാത്രമാണ് ഒരു വ്യത്യസ്തമായ ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്ത് സംഭവിച്ചത്. ഒരു ഭരണ തുടർച്ച ഉണ്ടായി. 10 വർഷം ഒരു മുന്നണി ഭരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു. അതിന് മുൻപത്തെ കാലം മുഴുവൻ എടുത്താലും ഒരു മുന്നണി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മറ്റൊരു മുന്നണി അധികാരത്തിലേക്ക് വരും. ആ രീതിയായിരുന്നു കേരള ചരിത്രത്തിൽ. അന്നൊന്നും ഒരു മുഖ്യമന്ത്രിമാരും അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയും ഓരോ പോയ സർക്കാരിനെ ഒരു പരിധിക്കപ്പുറം കുറ്റം പറയാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇതെല്ലാം ഓരോ സർക്കാരിൻ്റെയും തുടർച്ചയാണല്ലോ. ആരെങ്കിലും ഒക്കെ തുടങ്ങി വെക്കുന്നത് മറ്റൊരാൾ പൂർത്തീകരിക്കും. അങ്ങനെയാണ് സംസ്ഥാനത്തിന്റെ വികസനം കാലാകാലങ്ങളിൽ, സംസ്ഥാനത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെയും ലോക വികസനങ്ങളും ഒക്കെ നടക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഒരു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇതൊന്നും ഞങ്ങളല്ലല്ലോ തുടങ്ങിയത്, ഇതെല്ലാം കഴിഞ്ഞ കാലത്തെ തുടങ്ങിയതല്ലേ, അങ്ങനെ പറഞ്ഞ് തലയിലിടാൻ ഒരു ശ്രമം നടത്തുന്നതായി അങ്ങക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തെ സംബന്ധിച്ചിടത്തോളാണല്ലോ. അവർ ഇപ്പോൾ ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നെ ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ച കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ടല്ലോ. എന്തിനധികം പറയുന്നത് മാധ്യമങ്ങളെ വീട്ടിനകത്ത് കയറ്റുന്നതിനെ സംബന്ധിച്ചിടത്തോളം എന്തൊരു പിന്നെ ബഹളമായിരുന്നു ഇവിടെ. പിന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് എന്തോ ഒരു പിന്നെ പ്രയോഗം നടത്തിയെന്ന് പറഞ്ഞ് എന്ന് മാത്രമല്ല പിന്നെ നിയമാനുസരണമാണ് പ്രോട്ടോകോൾ പ്രകാരം മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും ഒക്കെ തന്നെ സുരക്ഷ ഒരുക്കുന്നത്. അത് മുഖ്യമന്ത്രി എഴുതി കൊടുത്തിട്ടൊന്നും അല്ല ഒരുക്കുന്നത്. അത് ഈ ഭരണരംഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാം. വളരെ ഉത്തരവാദിത്വപ്പെട്ട ആൾക്കാർ തന്നെ പിന്നെ പറയുന്നത് എന്താ കള്ളത്തരവല്ലേ പറയുന്നത്. ഈ പിന്നെ 56 കാറ് പോയി, 76 കാറ് പോയി. ഇപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് പിന്നെ സുരക്ഷയില്ലേ, വേണ്ടെന്ന് വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്തേ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് വന്ന ശേഷം എത്ര ദിവസമായി? കന്റോൺമെൻറ് ഹൗസ് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായിട്ടുള്ള കന്റോൺമെൻറ് ഹൗസ് ഇതുവരെ മാറിക്കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ കേരളത്തിൻ്റെ ഒരു വിഭാഗം മാധ്യമങ്ങൾ വെറുതെ വിടുന്ന പ്രശ്നമുണ്ടോ? ഒരു ദിവസം മാധ്യമങ്ങളെ കാണാതെ പിന്നെ താറ്റ് ഇറക്കിയല്ലോ, ഒരു മാധ്യമത്തിനും പരാതി ഇല്ലല്ലോ. എന്താ കഴിഞ്ഞ ഈ ദിവസങ്ങളിലൂടെ ഇവിടെ നടന്നിട്ടുള്ളത്? ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച തന്നെയാണ് അടുത്ത പിന്നെ ഏത് ഗവൺമെൻറ് വന്നാലും ചെയ്യേണ്ടത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഗവൺമെൻറ് തുടർച്ചയാണ് പിന്നെ ജയിച്ചാലും തോറ്റാലും വരുന്ന പുതിയ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇതെല്ലാം ജനങ്ങൾ വീഴ്ചകൊണ്ട് ഇരിക്കുകയാണ്. ഇന്നത്തെ പത്രം എടുത്താൽ എന്തൊക്കെ കാര്യങ്ങളാണ്. എല്ലായിടത്തും ആളുകളെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നു. ആളുടെ കൂട്ടത്തോടെ 10 വർഷക്കാലമൊക്കെ സർവീസിലുണ്ടായിരുന്ന ആൾക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുകയാണ്. അതുപോലെ തന്നെ ലേബർ കോഡ്, കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയം അത് നടപ്പിലാക്കാൻ വേണ്ടി വ്യക്തമാണ്. ഒരു കാര്യം കൂടി ചോദിച്ചാൽ, സമയപരിമിതി കൊണ്ടാണ് ഒരു കാര്യം കൂടി ചോദിച്ചാൽ ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഇപ്പം ഏറ്റവും ഒടുവിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇന്ത്യ സഖ്യ യോഗത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് അങ്ങും വിലയിരുത്തിയിട്ടുണ്ടാകും. കേരളത്തിലെ രാഷ്ട്രീയ പോരാട്ടം കാരണം പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ കഴിയില്ലെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പക്ഷേ ലോക്സഭയിൽ അദ്ദേഹം മോദിയെ ആലിംഗനം ചെയ്തത് നമ്മളൊക്കെ കണ്ടതുമാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇടതുപക്ഷത്തിന്റെ തലമുതിർന്ന നേതാവിനോട് ഈ ഒരു അകൽച്ച രാഹുൽ ഗാന്ധി തുടരുമ്പോൾ ഇടതുപക്ഷം ഇനിയും ഇന്ത്യ മുന്നണിയിൽ ഇങ്ങനെ തുടരേണ്ട ഒരു കാര്യമുണ്ടോ?
അത് രാഹുൽ ഗാന്ധിയുടെ അല്പത്തരം മാത്രമാണ്. ഞങ്ങൾ വ്യക്തിയെ നോക്കിയല്ല ഈ പിന്നെ ഇന്ത്യ മുന്നണി തുടരുന്നത്. ഒരു നയം നോക്കിയാണ് ഞങ്ങളുടെ ഒരു നിലപാടെന്ന് പറഞ്ഞത്. ആ നയം എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ വർഗീയ നയം, ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നയം, ബി ജെ പിയുടെ കോർപ്പറേറ്റ് നയം, അതിനെ ഞങ്ങൾ ശക്തമായി എതിർക്കുന്നതിന് വേണ്ടിയുള്ള പിന്നെ കാര്യമാണ് ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല ഞങ്ങൾ ആലിംഗനം രാഹുൽ ഗാന്ധിയുടെ ആലിംഗനം ഞങ്ങൾ കിട്ടും, അതുകൊണ്ട് ഇതിൽ ചേരുക എന്നുള്ള നയമില്ല. ഇവിടെ ആലിംഗനമല്ല പ്രശ്നം, നയമാണ് പ്രശ്നം. പിണറായി വിജയൻ എടുക്കുന്ന നയവും ബി ജെ പിക്കെതിരായിട്ട് RSSനെതിരായിട്ട് നടത്തുന്ന പോരാട്ടവും അതാണ് പ്രശ്നം. അത് പിന്നെ രാഹുൽ ഗാന്ധി എത്ര ഓടിയാലും, എത്ര സ്പീഡിൽ ഓടിയാലും, ആരുടെയൊക്കെ സഹായത്തോടുകൂടി ഓടിയാലും അത് പിന്നെ പിണറായി വിജയൻ്റെ അടുത്തുപോലും എത്താൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. യെസ്, ഓക്കെ. അപ്പം വളരെയധികം നന്ദി ശ്രീ വി ശിവൻകുട്ടി, ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ.